നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിൽ നിർണായക യോഗം ഇന്ന് ചേരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വൈകിട്ട് 3 മണിക്കാണ് യോഗം ചേരുക. രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നെത്തുന്ന KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി AICC നേതാക്കൾ ഇന്ന് കൂടിയാലോചനകൾ നടത്തും. ഒരാഴ്ചയ്ക്കകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് ശ്രമം. അതേസമയം മുഖ്യമന്ത്രി പദത്തിനായി പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾക്കിടയിൽ നീക്കങ്ങൾ ശക്തമായിട്ടുണ്ട്. MLA-മാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് KC പക്ഷം അവകാശപ്പെടുന്നത്. കൂടുതൽ MP-മാരും മുതിർന്ന നേതാക്കളും ഒപ്പമുണ്ടാകുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു. MLA-മാരുടെ എണ്ണം മാത്രമല്ല പരിഗണിക്കേണ്ടതെന്നാണ് സതീശൻ വിഭാഗത്തിന്റെ നിലപാട്. ഘടകകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾക്കാണ് സതീശൻ പ്രാധാന്യം നൽകുന്നത്. പദവി ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങിയേക്കുമെന്നും സൂചനയുണ്ട്. ഇതിനെല്ലാം പുറമെ സീനിയോറിറ്റിക്കാണ് മുഖ്യമന്ത്രി പദത്തിൽ മുൻഗണന നൽകേണ്ടതെന്നാണ് ചെന്നിത്തല വിഭാഗം വാദിക്കുന്നത്. സംസ്ഥാനത്ത് UDF തരംഗത്തിൽ LDF തകർന്നടിഞ്ഞപ്പോഴും മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാജയം പ്രത്യേക ശ്രദ്ധ നേടുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനോട് TN പ്രതാപൻ പരാജയപ്പെട്ടത്. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ മണലൂരിന്റെ കാര്യത്തിൽ സസ്പെൻസ് നിലനിന്നിരുന്നു. രവീന്ദ്രനാഥ് 65,337 വോട്ടുകൾ നേടിയപ്പോൾ TN പ്രതാപൻ 65,211 വോട്ടുകൾ നേടി. മൂന്നാമതെത്തിയ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ 38,125 വോട്ടുകൾ നേടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുടനീളം വലിയ ആത്മവിശ്വാസം TN പ്രതാപന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ UDF തരംഗത്തിനിടയിലും TN പ്രതാപനെ മണലൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തുണച്ചില്ല. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ TN പ്രതാപൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അപരൻ A പ്രതാപന് 184 വോട്ടുകൾ ലഭിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന്റെ അപരൻ K രവീന്ദ്രനാഥ് 234 വോട്ടുകളും നേടിയിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ സുപ്രധാന വകുപ്പിന്റെ മന്ത്രിയാകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന പ്രതാപൻ മണ്ഡലത്തിൽ തന്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മണലൂരിൽ പ്രതാപൻ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ C രവീന്ദ്രനാഥിന്റെ ജനകീയത പ്രതാപന്റെ വഴി മുടക്കുകയായിരുന്നു. കൂടാതെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും പരാജയത്തിന് കാരണമായതാണ് കരുതുന്നത്. പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലുള്ള യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിരുന്നു. ചലച്ചിത്ര നടൻ സന്തോഷ് K നായർ അന്തരിച്ചു. സന്തോഷും ഭാര്യയും സഞ്ചരിച്ച വാഹനം ഇന്ന് പുലർച്ചെ പത്തനംതിട്ട ഏനാത്ത് അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. 1982 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലൂടെയാണ് സന്തോഷ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഏപ്രിൽ 18 ഇവിടെ തുടങ്ങുന്നു എന്നീ സിനിമകളിലെ വില്ലൻ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതോടെ തിരക്കുള്ള നടനായി മാറുകയായിരുന്നു. 1960 നവംബർ 12 CN കേശവൻ നായരുടെയും P രാജലക്ഷ്മി അമ്മയുടെയും മകനായി തിരുവനന്തപുരത്താണ് ജനനം. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം മഹാത്മാഗാന്ധി കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തിയാക്കി. 100-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സന്തോഷ് നായരുടേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം മോഹിനിയാട്ടമാണ്. ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയായിരുന്ന ഇദ്ദേഹം സീരിയലുകളിലും സജീവമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ആഘാതത്തിൽ അടിപതറിയിരിക്കുകയാണ് LDF. ഭരണവിരുദ്ധ വികാരവും മുന്നണിയോടുള്ള ജനങ്ങളുടെ മടുപ്പുമെല്ലാം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പാർട്ടി കോട്ടകളിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് CPM നേരിട്ടത്. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തോൽവിയുടെ കാരണങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കും. അതേസമയം CPM-ൽ നിന്നും ആരാകും പ്രതിപക്ഷ നേതാവ് എന്നതിലും ആകാംക്ഷ നിലനിൽക്കുകയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുത്തേക്കില്ലെന്നാണ് സൂചന. കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനാണ് സാധ്യത കൂടുതൽ. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക. മുഖ്യമന്ത്രിക്ക് പുറമെ ഇക്കുറി വിജയിച്ച ഏക കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ബാലഗോപാൽ. പ്രമുഖ നേതാക്കളെല്ലാം UDF തരംഗത്തിൽ അടിപതറിയ സാഹചര്യത്തിലാണ് ബാലഗോപാലിലേക്ക് ചർച്ചകൾ നീളുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു.
മെയ് 18 മുതൽ 21 വരെ കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കുന്നംകുളം പെൻഷൻ ഭവന് മുന്നിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ പതാക ഉയർത്തി. പെൻഷൻകാരുടെ അവകാശ സംരക്ഷണത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും സമ്മേളനം കരുത്തുപകരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ജോബ് രാജ്, ട്രഷറർ ബീന ചാക്കോ, ജില്ലാ കമ്മിറ്റി അംഗം KG പാർക്കുട്ടി എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് അബി, ഡെന്നീസ് മങ്ങാട്, ഉല്ലാസ് കുമാർ, TK രവി, PK വേലു എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പ്രചാരണ പരിപാടികൾ ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,675 രൂപ, സ്വർണം പവന് 1,94,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.